നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ (LET) പുറത്തിറക്കിയതായി അവകാശപ്പെടുന്ന പാക് അധീന കാശ്മീരിലെ മംഗ്ല അണക്കെട്ടിൽ തീവ്രവാദികൾ നീന്തൽ ജലപരിശീലനം നടത്തുന്നതായി കാണിക്കുന്നു. അതേ സ്ഥലത്ത് ഭീകര സംഘടന പ്രത്യേക ജലപരിശീലനം നടത്തുന്നുണ്ടെന്ന് മുതിർന്ന LET കമാൻഡർ ഹാരിസ് ദാർ അവകാശപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ പുറത്തുവന്നത്. ഇതോടെയാണ് ദൃശ്യങ്ങളുടെ പുറത്തുവരവ് ശ്രദ്ധ ആകർഷിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ലഷ്കർ-ഇ-തോയ്ബ നടത്തിയ ഒരു ജലപരിശീലന കേന്ദ്രം സന്ദർശിച്ച ദാർ മംഗ്ല ഡാമിൽ പ്രത്യേക ജലപരിശീലനം നടക്കുന്നുണ്ടെന്ന് തീവ്രവാദികളുടെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംഘത്തിന്റെ അടുത്ത ഘട്ട ജലപരിശീലനം അവിടെ നടക്കുമെന്നും ഇയാൾ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഇത് പുതുതായി പുറത്തുവന്ന വീഡിയോയെ പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളതാക്കുന്നു. കൂടാതെ അതേ പ്രസംഗത്തിൽ 2025 ഏപ്രിലിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നിർത്തിവെച്ച സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചും ദാർ പരാമർശിച്ചു. ഇന്ത്യ പാകിസ്ഥാന്റെ വെള്ളം തടഞ്ഞുവെന്ന് അവകാശപ്പെട്ട ഇയാൾ 2026 ജലപ്രശ്നവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ ഒടുവിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ചും ഇയാൾ പറഞ്ഞു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇയാൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പരിശീലന ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഈ പരാമർശങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. പാകിസ്ഥാന്റെ ഷെയ്ഖ് പോറയിൽ നിന്നാണ് വീഡിയോ വന്നതെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ആധികാരികതയും റെക്കോർഡിംഗ് തീയതിയും സ്വതന്ത്രമായി ആരും പരിശോധിച്ചിട്ടില്ല. ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരിൽ ഒരാളായ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ റാണ മുഹമ്മദ് അഷ്ഫാഖ് ഒരു നീന്തൽക്കുളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വീഡിയോയിൽ കാണാം. അഷ്ഫാഖിന്റെ കീഴിൽ സംഘടനയിലെ തീവ്രവാദികൾ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള നുഴഞ്ഞുകയറ്റത്തിനും പുറന്തള്ളലിനും തയ്യാറെടുക്കുന്നുണ്ടെന്നും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ നാവിഗേറ്റ് ചെയ്യുന്നുണ്ടെന്നും പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും സുരക്ഷാ ഏജൻസികളും പറയുന്നു. സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടാത്ത ഈ വീഡിയോയിൽ ഭീകര സംഘടനയുടെ നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലും പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ISI പിന്തുണയോടെയും മംഗ്ല അണക്കെട്ടിൽ നീന്തൽ ജല നാവിഗേഷൻ പരിശീലനങ്ങളിൽ LET പ്രവർത്തകർ പങ്കെടുക്കുന്നത് പകർത്തിയതായാണ് റിപ്പോർട്ട്. മംഗ്ല അണക്കെട്ടിനെ ഒരു പ്രധാന പരിശീലന കേന്ദ്രമായി തിരിച്ചറിയുന്ന ദാറിന്റെ പൊതുപ്രസ്താവനകളെ സൂക്ഷ്മമായി പിന്തുടരുന്നതിനാലാണ്. ഇന്ത്യയിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായി 2028 നവംബർ 26 ലഷ്കർ ജലമാർഗം നടത്തിയതിനാൽ ഇത് വളരെ പ്രാധാന്യവും അർഹിക്കുന്നു. അജ്മൽ കസബും മറ്റുള്ളവരും ഒരു മത്സ്യബന്ധന ട്രോളർ തട്ടിക്കൊണ്ടുപോയി ഇന്ത്യയിലേക്ക് കടക്കുകയും പിന്നീട് വായു നിറച്ച ഒരു റബ്ബർ ഡിങ്കികളിൽ മുംബൈയിൽ വന്നിറങ്ങുകയും ചെയ്തിരുന്നു. കസബിനും മറ്റ് ആക്രമികൾക്കും പരിശീലനം ലഭിച്ച മംഗ്ല അണക്കെട്ടിലാണ് ഈ പരിശീലനവും നടക്കുന്നത്. മറ്റു വീഡിയോകളിൽ യുവാക്കൾ ജൂഡോ, കരാട്ടെ, തായ്ക്കൊണ്ട, ഗുസ്തി എന്നിവ പരിശീലനം നേടുന്നതും കാണാം. പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗ് PMML വഴി നിരവധി നഗരങ്ങളിൽ ശാരീരികവും സാങ്കേതികവുമായ പരിശീലനം നൽകുന്നുണ്ടെന്നും എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ കഴിവുള്ള വൈദഗ്ധ്യമുള്ള യുവാക്കളുടെ ഒരു ടീമിനെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥരും പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ ലഷ്കർ-ഇ-തോയ്ബയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ടെന്നും നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായി ഇന്ത്യൻ ഏജൻസി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു വീഡിയോയിൽ റാണ മുഹമ്മദ് അഷ്ഫാഖ് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ശത്രു വളരെ മുന്നിലാണ്. അതിനാൽ മുജാഹിദീനുകളും ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കാനും ഉപയോഗിക്കാനും പഠിക്കണം. ഈ AI പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരം പരിശീലനം ഭാവിയിൽ സമുദ്ര നുഴഞ്ഞുകയറ്റം, സൈബർ ആക്രമണങ്ങൾ, സോഷ്യൽ മീഡിയയിലെ പ്രചാരണം എന്നിവയ്ക്കായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. അത്തരം ഗ്രൂപ്പുകൾ അവരുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. AI സ്വീകരിക്കുന്നത് അത് വർദ്ധിപ്പിക്കുകയുള്ളൂ, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഏജൻസികൾ പാകിസ്ഥാനിലെ ഈ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അവയെ ഒരു സുരക്ഷാ വെല്ലുവിളിയായാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.